കൃഷ്ണദാസ്, അജ്മീറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, അജ്മീർ ദർഗയിൽ നമ്മുടെ നരേന്ദ്രമോദി പോയി പട്ടക്ക കൊടുത്തതാണ്. അവിടെ അജ്മീർ ദർഗയിൽ വാതിലിൽ ഓമും സ്വസ്തിക ചിഹ്നവും ഒക്കെ കണ്ടു എന്നാണ് അവിടെ ഹർജിക്കാരൻ്റെ ആവശ്യം. ആവശ്യം അതേപടി കോടതി അംഗീകരിക്കുകയാണ്, ഹർജി അംഗീകരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, 1991 റിലീജിയസ് പ്ലേസസ് വർഷിപ്പ് ആക്ട് നിലവിലിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ഹർജി കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുമോ? എന്നിട്ടും കോടതി ഇത് സ്വീകരിക്കുന്നു. സർക്കാർ ആ കോടതി ഉത്തരവിനെ അനുകൂലിക്കുന്നു. രണ്ടു പ്രധാനപ്പെട്ട ഓഫീസുകൾ ഈ രാജ്യത്തെ, ഒന്ന് ജുഡീഷ്യറി, മറ്റൊന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇത് രണ്ടും ഈ പറയുന്ന ഹർജിക്കാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന സർക്കാരാവട്ടെ ഈ കോടതിയിൽ വന്നിരിക്കുന്ന ഹർജിക്ക് അനുകൂലമായി അവിടെ സംരക്ഷണം നൽകിക്കൊണ്ട് സർവേ നടത്തുന്നു. ഇത് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കില്ലേ, പ്രകോപിതമാക്കില്ലേ? നമ്മുടെ 91 നിയമത്തിന്റെ ലംഘനമല്ലേ കൃഷ്ണദാസ് ഇത്? അതങ്ങനെയല്ല അരുൺ 91 നിയമത്തെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങേക്ക് തോന്നുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലിരിക്കുന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ച്, സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന് ഏൻഷ്യന്റ് മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് 1904 ആണ് അതിനകത്ത് ആപ്ലിക്കബിൾ ആവുക. അതിന് വർഷിപ്പ് ആക്ടുമായിട്ട് അതിന് ബന്ധമില്ല. അതൊരു ഭാഗത്ത്, ഞാൻ അതിന്റെ നിയമവശത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കോടതിയുടെ അത് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇടപെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കോടതി ചോദ്യമാണ്. നമ്മളൊരു ആരാധനാലയം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു സ്വഭാവത്തിലുള്ളതാണെങ്കിൽ ആ ആരാധനാലയത്തിന്റെ ഭൂതകാലം ഇനി തേടി പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്? അതെന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ ആരാധനാലയത്തിന്റെ നിയമമല്ല ബാധകമായിട്ടുള്ളത്. അത് പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങ് വിചാരിക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ സ്ഥലം പരിശോധിക്കപ്പെടുന്നത്. ആ സ്ഥലം പരിഗണിക്കപ്പെടുന്നത് കേസിനകത്ത്. കേസിൻ്റെതായിട്ടുള്ള വഴിയുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അതിനെ സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് തേടാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. അത് അവിടെ ഇരിക്കുന്ന, അത് പറയുന്ന ആളുകളെ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോ ആ കേസ് പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയെ അവർ അതൊന്നും വിധിച്ചു. അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ പോകുന്നു. നമുക്കറിയാമല്ലോ ഇതെല്ലാം ഒരു സംഘപരിവാർ നീക്കമല്ലേ? എന്താണ് താങ്കൾക്ക് ഓൺ ചെയ്യാൻ കഴിയാത്തത്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിന് ഈ സംഭലിലെയും അജ്മീർ ദർഗയിലെയും ഒക്കെ ഹർജിക്കാരുടെ പക്ഷം പറയാൻ അങ്ങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങേപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ പറയരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്. അത് കൃഷ്ണദാസിന് ഭയമായതുകൊണ്ടല്ല, ഒരു ഭയവും ഇല്ല. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും, നിങ്ങളുടെ ഫ്ലോറിലാണെങ്കിലും എവിടെ ഇരുന്നാലും പറയാൻ ഒരു ഭയവുമില്ല. അവിടെ കോടതി പരിഗണിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് പറയുന്നത് പോലെ ഉള്ള നിയമമല്ല അവിടെ പരിഗണിച്ചത് പുരാവസ്തു വകുപ്പ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുരാവസ്തു സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ടാണ് അതല്ലേ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ വീണ്ടും സൂചിപ്പിച്ചത്. അങ്ങൊരു നിയമം എടുത്തുകൊണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റത് ചെയ്യാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അതല്ല കോടതി പരിഗണിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഒറ്റ കാര്യം. ബഹുമാനപ്പെട്ട പ്രകാശ് മാഷ് അയോധ്യയുടെ വിഷയത്തെക്കുറിച്ച് പറയുകയും RSSും BJPയും എല്ലാം ചേർന്നുകൊണ്ട് വലിയ കൊലപാതകങ്ങൾ നടത്തുകയാണ് എന്നാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്. ഞാൻ അങ്ങയോട് തിരിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രകാശ് മാഷെ. അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണവും ബംഗാളിൽ നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പുൽക്കൊടിക്ക് നാശമുണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ പ്രസ്താവനകൾ ഇറക്കി. അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലും മരിച്ചിട്ടുള്ളവരുടെ എണ്ണവും ഒക്കെ ആരും മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. കേരളം അടക്കമുള്ള വിദ്യാസമ്പന്നമായിട്ടുള്ള അങ്ങ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങളടക്കം നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതും കൂടി അങ്ങ് പരിശോധിക്കപ്പെടാതെ ഒരു വലിയ സംഭവം എടുത്ത് ഇത് വലിയ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ വർഗീയ കൊലപാതകങ്ങൾ വെച്ചു കൊടുക്കാൻ പറ്റുക? അപ്പോൾ ആ വാദം നിലനിൽക്കില്ല. അവർ മറിച്ച് ചോദിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്താൽ BJPയേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയത് CPM ആകുമോ, കോൺഗ്രസ് ആകുമോ എന്നാണ് ചോദ്യം. ഈ കേരളത്തിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി CPM ആണ്.
ഞങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെയും കൊലപ്പെടുത്തിയത് RSSകാരുടെ കത്തിയാണ്. പിന്നെ ഈ വർഗീയ കലാപങ്ങൾ കൊല്ലപ്പെട്ട ആളുകൾ 100-200 ആയിരങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ വിഭജന കാലത്ത് എത്ര ആയിരങ്ങൾ മരിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യ അതിർത്തി മേഖലകളിൽ? പിന്നെ ഇവിടെ ഏത് നിയമമാണ് പ്രസക്തമെന്നുള്ളത് പ്രശ്നമല്ല. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ട് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണ്? രക്ഷിക്കാനാണ്? ഹിന്ദുവിനെ രക്ഷിക്കാനാണോ? ഈശ്വരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. 1 ലക്ഷത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസൽമാന്മാരുടെ വീടുകൾ, കെട്ടിടങ്ങൾ, അത് BJPയുടെ ഗവൺമെൻറ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു. 10 ലക്ഷം പേരെ വഴിയാധാരമാക്കി. അത് പാടില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. ഭരിക്കുന്നത് ഈ പറയുന്ന BJPയുടെ ഗവൺമെൻറ് അല്ലേ? ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട 1 ലക്ഷം പേരുടെ വീടുകൾ നശിപ്പിച്ച പാർട്ടിയാണ് ഈ പറയുന്ന സംഘപരിവാര സംഘം. എന്നിട്ട് അവർ പറയുന്നത് ന്യായത്തെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞല്ലോ, ഇത് അവസാനിപ്പിക്കണം, ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ല, ഇത് ഇനി ഇന്ത്യ രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ രാജ്യത്ത് BJP കൈകാര്യം ചെയ്യുന്നത് എല്ലാ മേഖലയിലും കാണാം. ശരി. Debate with Dr. Arun Kumar.